ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കൂലിയുടെ റിവ്യൂ ആണ്. അപ്പോൾ തന്നെ ഈ ഒരു റിവ്യൂ ഞാനൊരു നോൺ സ്പോയിലറാണ് ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ പറയാൻ പോണത്. അപ്പോൾ സിനിമ എനിക്കൊരു ഡിസപ്പോയിൻ്റ് ആയിരുന്നു. കാരണം കുറേയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ഞാൻ സെക്കൻഡ് ഡേ കണ്ടത്. എങ്കിലും ഒക്കെ ഇല്ലെന്ന് അറിഞ്ഞായിരുന്നു. എങ്കിൽ പോലും ലോകേഷിൻ്റെ ഒരു പടമാണെന്ന് വിചാരിച്ച് ഒരു അത്യാവശ്യമൊക്കെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റി. കാരണം മൊത്തത്തിൽ സിനിമ വീക്കാണ്. ലോകേഷ് പറഞ്ഞ പോലെ ഒന്നും തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലോകേഷ് പറഞ്ഞ ഇൻ്റർവെൽ ബ്ലോക്ക് അടിപൊളിയായിരുന്നു, പക്ഷെ അതും വലിയ രസം ഉണ്ടായിരുന്നില്ല. സെയിം ടെംപ്ലേറ്റ് പോലെ തന്നെയാണ് വിക്രം. അതുപോലെ തന്നെ പിന്നെ സിനിമ നമുക്ക് ഉടനീളം കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ജയിലറും പേട്ട അതുപോലത്തെ സിനിമയുടെയൊക്കെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു എസെൻസ് വരാനുള്ള ലോകേഷ് സിനിമ സംവിധാനം ചെയ്തതിൻ്റെ ലോകേഷിൻ്റെ സിഗ്നേച്ചർ സിനിമയിൽ കാണാനില്ല. അവിടെ ഇവിടെ സെയിം ടെംപ്ലേറ്റൊക്കെ യൂസ് ചെയ്യണു അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളാരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്കത് മാറാം. പിന്നെ എനിക്ക് ഇത്തിരി ഓവർ കുക്കായിട്ട് തോന്നി. കാരണം ലോകേഷ് നന്നായിട്ട് എടുക്കാൻ തോന്നുന്നില്ല, ഇത്തിരി ഓവറായി പോയോ എന്നൊക്കെ തോന്നി. പിന്നെ നമ്മുടെ അമീർ ഖാൻ്റെ ഒക്കെ സീൻസൊക്കെ അത്യാവശ്യം ബോറ് തന്നെയായിരുന്നു. ചില സീൻസൊക്കെ അടിപൊളിയായിരുന്നു, അത് ഞാൻ അടുത്തതിൽ പറയാം. അപ്പോൾ അനിരുദ്ധിൻ്റെ BGM ഒക്കെ ഓക്കെയാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സൗബിൻ അടിപൊളിയാണ്. രജനികാന്ത് അത്യാവശ്യം പുള്ളിക്ക് പറ്റുന്ന രീതിയിലൊക്കെ നല്ല അടിപൊളിയാക്കിയുണ്ട്. ഉപേന്ദ്ര അടിപൊളിയായുണ്ട്. സുധീർ സിംഗ് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സൗബിൻ പൊളിയാണ്. പിന്നെ നാഗാർജുനൊക്കെ അടിപൊളിയാണ്. മിക്കവരൊക്കെ അടിപൊളിയാണ്. ആകെ ഇത്തിരി വീക്കായിട്ടുള്ള നമ്മുടെ അമീർ ഖാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മൊത്തത്തിൽ സ്പോയിലർ ഇല്ലാണ്ട് പറയാൻ പറ്റണം. അപ്പം എനിക്കൊരു ബിലോ ആവറേജ് ആയിട്ട് തോന്നിയത്. വലിയ രസം ഉണ്ടായിരുന്നില്ല. ഇനി കുറച്ച് ഹൈ മൊമെൻറ്റ്സൊക്കെ പറയുകയാണെങ്കിൽ ഇത്തിരി സ്പോയിലർ ആവും. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തുക കാണാത്തവരാണെങ്കിൽ. അപ്പോൾ ഇനി പറയാൻ പോണതൊക്കെ ഇത്തിരി സ്പോയിലറുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇനി ഈ ഉള്ള ഭാഗങ്ങൾ സിനിമ കണ്ടവർ കേൾക്കാം. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇൻ്റർവെൽ ബ്ലോക്കിനെ പറ്റിയാണ്. പുള്ളി അത്യാവശ്യം ഇൻ്റർവെൽ ബ്ലോക്ക് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്കൊന്നും തന്നെ ഫീൽ ചെയ്തില്ല. ഒന്നാമത് മെയിൻ പ്രശ്നം, സിനിമ അത്യാവശ്യം ഹൈപ്പിലായിരുന്നു. ഈ LCU ഇതൊക്കെ അറിഞ്ഞവിടെ മൊത്തത്തിലൊരു ഡിസപ്പോയിൻറ്റും സിനിമയിൽ വന്നു. ചിലപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ സിനിമ കാണാൻ ചിലപ്പോൾ നല്ലോണം ഇഷ്ടപ്പെടാം. പിന്നെ എനിക്ക് അനിരുദ്ധിൻ്റെ BGM ഒക്കെ ഓക്കെ ആയിരുന്നു. സൗബിൻ അത്യാവശ്യമൊക്കെയാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഈ സിനിമയിലൊരു വാച്ച് മെയിൻ എലമെൻ്റ് ആയിരുന്നു പോസ്റ്ററിലും പിന്നെ മറ്റു സംഭവങ്ങളിലൊക്കെ. പക്ഷേ സിനിമയ്ക്ക് വാച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് എവിടെയും കാണുന്നില്ല. പിന്നെ അതായത് ഇപ്പോൾ ഖൈദിയിൽ ഇപ്പോൾ മറ്റേ ലോക്കില്ലേ, അത് സിനിമയിൽ പോസ്റ്ററിലൊക്കെ കാണിക്കാൻ പോലും അതിന് ഉടനീളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇതിലാണെങ്കിൽ വാച്ചിനാണെങ്കിൽ 1-2 സംഭവം നമ്മൾ വിചാരിച്ച് വേറെ മേജർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. പിന്നെ എടുത്ത് പറയാനുള്ളത് DAGing ആണ്, ഫ്ലാഷ് ബാക്കിലുള്ള. അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ രേഖാചിത്രത്തിന് ശേഷം അത്യാവശ്യം നല്ല DAGing ഇതിൻ്റെയാണ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഉപേന്ദ്രയുടെ ഒരു എൻട്രി ഉണ്ട്, ഇടിയിലും അനിരുദ്ധിൻ്റെ BGM. അത് ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു സിനിമയിലെ പീക്ക് എന്ന് പറയാമായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ റെട്രോ സോങ്സൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് യൂസ് ചെയ്തു. ലിയോയിലൊക്കെ നല്ല അടിപൊളിയായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ വന്ന് വെറുതെ ഒരെണ്ണം മാത്രം എന്തോ കൊള്ളായിരുന്നു. പക്ഷെ അതും ഓർത്ത് വയ്ക്കാവുന്ന തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മൊത്തത്തിൽ എന്തോ ഒരു ബിലോ ആവറേജ് ആയിട്ട് എനിക്കും തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോകേഷ് എന്തായാലും ഇനിയും ഇതുപോലത്തെ നല്ല പടം എടുക്കും. പക്ഷേ ലോകേഷിനോട് നമുക്കിപ്പോഴും വിശ്വാസമുണ്ട്, പുള്ളി ഇനി മനോഹരമാക്കും. പക്ഷേ ഈ സിനിമ എന്തോ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പോയി. പിന്നെ അമീർ ഖാൻ്റെ റോളിനെ പറ്റി പറയുകയാണെങ്കിൽ തമാശയാണ്. ഒരു ബീഡിക്കാരൻ അല്ലെങ്കിൽ ഒരു ബീഡിക്കൊതിയൻ എന്നാണ് വിളിക്കാം. കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും. എനിക്ക് അങ്ങനെ തോന്നിയത്. അവസാനത്തൊക്കെ രംഗം എന്തോ വെറുതെ. പിന്നെ ബാബുരാജനൊക്കെ വെറുതെ ചുമ്മാ കോമഡിക്ക് ഉണ്ടെന്ന്. ലാസ്റ്റ് സീൻ അത്യാവശ്യം കോമഡി ആയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ വാർത്തകളൊക്കെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത റിവ്യൂ അല്ലെങ്കിൽ അടുത്ത ഒരു അപ്ഡേറ്റ് ആയിട്ടൊക്കെ വരാം.